2 മാസത്തിനപ്പുറം കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളാണ് ഇന്നത്തെ ബോണസ് കണ്ടന്റ് ചർച്ച ചെയ്യുന്നത്. ഏറ്റവും അവസാനത്തെ വിസ്മയം 2020 NDAക്കൊപ്പം പോയി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവർ പോയതെങ്കിൽ പറയും അത് സ്ഥാനത്തിന് വേണ്ടി പോയതാണ്. അൻവറിന്റെ കൊമ്പൊടിച്ച് അൻവറിനെ UDF കൊണ്ടുവന്നു. വിസ്മയമാണ്. എല്ലാ മേഖലയിലേക്കും വളരുക എന്നുള്ളത് BJPയുടെ ഒരു തന്ത്രമാണ്. വർഗീയത ചെയ്യുന്നത് നിങ്ങളാണെന്നാണ് പറയുന്നത്. കോൺഗ്രസിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഈ 2019 ഇലക്ഷനിൽ തോറ്റ ശേഷം ഇതേപോലെ ഒരു ഗൃഹ സന്ദർശനം നടത്തി. നമുക്കറിയാം ലെഫ്റ്റിന്റെ പോക്കറ്റുകൾ പലതും സുരക്ഷിതമാണ്, അതിൽ തർക്കമില്ല. പകരം ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, വോട്ട് വന്നപ്പോൾ CPM ആളുകൾ സ്വീകരിച്ചു. അതൊരു വിസ്മയമാണ്. അത് മറ്റൊരു വിസ്മയമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ അതൊരു പ്രതിപക്ഷ ഭരണപക്ഷ യുദ്ധം എന്നതിനപ്പുറം ആ കാലത്ത് ചില കൂടുമാറ്റങ്ങൾ, വിസ്മയങ്ങൾ നടക്കുന്നു പറയും. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ പറഞ്ഞ വിസ്മയം നടക്കുന്നു. അങ്ങനെ വിസ്മയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഏത് മൂഡാണ് സെറ്റ് ചെയ്യുന്നത്, ഇത്തരം വിസ്മയങ്ങൾ, കൂടുമാറ്റങ്ങൾ? ഏറ്റവും അവസാനത്തെ വിസ്മയം 2020 NDAക്കൊപ്പം പോയി എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വാക്ക്, വിസ്മയം എന്ന വാക്ക് സമീപകാലത്ത് ഏറ്റവും നന്നായി ഉപയോഗിച്ച ആള് VD സതീശനാണ്. VD സതീശന് UDF നിന്ന് വലിയ പിന്തുണയൊന്നും ആ വാക്കിന് കിട്ടിയില്ല. പക്ഷേ സതീശൻ പറയുന്ന ഈ വിസ്മയം അത് സംഭവിക്കുന്നുണ്ട്. അത് ചിലത് ഒരുപക്ഷെ എതിരാളികൾ പറയും ഇതാണോ വിസ്മയം, ഇത് ചീറ്റിപ്പോയി എന്ന അർത്ഥത്തിലൊക്കെ എതിരാളികൾ പറയും. പക്ഷേ സതീശൻ പറയുന്ന വിസ്മയത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചു കഴിഞ്ഞു, ചിലതിന് സംഭവിക്കും എന്നാണ് സതീശൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ഉദാഹരണങ്ങൾ എടുക്കാം. ഏറ്റവും ഒടുവിൽ നമ്മൾ UDF മുസ്ലിം ലീഗിലാണെങ്കിൽ കൂടി കൊല്ലത്ത് നിന്ന് സുജാ ചന്ദ്രബാബു പോയി. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ജില്ലാ കമ്മിറ്റി അംഗമാണ്. വളരെ വർഷക്കാലമായി CPM ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അവർ മുസ്ലിം ലീഗിലേക്ക് പോവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നുള്ള ചർച്ച എന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന തരത്തിലേക്ക് ഒരു വ്യാപകമായ നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം പറയുകയാണ് എല്ലാവരും ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നതാണ്. ഇതിന് തൊട്ടു മുമ്പ് ഐഷ പോറ്റി പോയി. ഐഷ പോറ്റി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും സത്യത്തിൽ കൊല്ലത്തെ CPMമാർക്ക് പറ്റിയില്ല. ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. ആ സമയത്ത് ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരത് വിശ്വസിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന് തൊട്ടു മുമ്പ് വരെ ഐഷ പറ്റി കോൺഗ്രസിൽ ചേരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ ഇടപെട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കാലം വരെയെങ്കിലും ഇത് പിടിച്ചു നിർത്തിയെങ്കിൽ കുറച്ചുകൂടി ഗുണം ലെഫ്റ്റിന് കിട്ടിയേനെ. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവർ പോയതെങ്കിൽ പറയും അത് സ്ഥാനത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ ഇത് വളരെ നേരത്തെ തന്നെ VD സതീശൻ്റെ വിസ്മയം അവിടെ തുടങ്ങി. ഇനി അത് മാത്രത്തിൽ ഒതുങ്ങില്ല എന്നാൽ അത് മാത്രം പറഞ്ഞു ഒതുങ്ങില്ല. കാരണം PV അൻവറിനെ കൊണ്ടുപോയത് അത് വലിയ വിസ്മയമാണ്. കാരണം PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ VD സതീശന്റെ ഏറ്റവും വലിയ എതിരാളിയായി നിന്ന ഒരാളാണ്. കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞു അത്രയും വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭയിൽ 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ച ഒരാളാണ്. VD സതീശനാണ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തുടർച്ചയായി ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ഈ VD സതീശനെതിരെ വന്ന പുനർജനി കേസൊക്കെ അൻവർ കൊണ്ടുവന്നെന്ന് മാത്രമല്ല, നിലമ്പൂരിന്റെ സമയത്ത് അൻവറിനെ മാറ്റി നിർത്താൻ VD സതീശനോളം ശ്രമിച്ച മറ്റൊരു കോൺഗ്രസ് നേതാവില്ല. അൻവർ വേണ്ട, അൻവർ ഇല്ലാതെ ജയിക്കും എന്ന് കോൺഫിഡൻറ്റോടെ പറഞ്ഞു. അത് ജയിച്ചു കാണിച്ചു. അൻവറിന്റെ കൊമ്പൊടിച്ച് അൻവറിനെ UDF കൊണ്ടുവന്നു. വിസ്മയമാണ്. അതായത് സതീശൻ പറയുന്ന വിസ്മയങ്ങൾ ഒന്നൊന്നായി നടക്കുന്നുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നത്, ദളിത് രാഷ്ട്രീയത്തിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ മുഖങ്ങളായി കാണുന്ന സണ്ണി എം കവിക്കാട് UDF കാൻഡിഡേറ്റ് വരും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. വളരെ ഓപ്പൺ ആയി തന്നെ സണ്ണി എം കവിക്കാട് പറയുന്നത് UDF അതോടൊപ്പം ഈ സർക്കാർ ഇനി തുടരാൻ പാടില്ല. പല കാര്യങ്ങളും, അതായത് ഇടതുപക്ഷം ആണ് ഈ ദളിത് സമൂഹത്തെ താഴോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് അടക്കം തുറന്നു പറയാൻ സണ്ണി എം കവിക്കാട് പോലെ ഒരാൾ തയ്യാറാകുന്നു. സണ്ണി എം കവിക്കാടുമായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടല്ലോ, ശ്യാംകുമാർ, അങ്ങനെയുള്ള ഒരു വിഭാഗം കംപ്ലീറ്റ് ഈ UDF ദളിത് മുഖങ്ങൾ, അതായത് കേരളത്തിന്റെ ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന വർഷങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, കൃത്യമായി പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യപ്പെടുന്ന, വലിയ തരത്തിൽ അത് ചർച്ചയാക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് ഇത് വലിയ പിന്തുണ കിട്ടുന്നു. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഗീതാനന്ദൻ പറയേണ്ട കാര്യം, CK ജാനു ഗീതാനന്ദൻ അത് എടുത്തു പറയുകയും ചെയ്തു. അതായത് UDF പിന്തുണ എന്ന് പറഞ്ഞു. ഇനി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രം പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കണം വയനാട്ടിൽ എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പിന്തുണ UDF പറഞ്ഞു കഴിഞ്ഞു. CK ജാനുവിൻ്റെ കാര്യത്തിൽ അതും ഒരു വിസ്മയമാണ്. കാരണം NDAയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഏറ്റവും രസകരമായ കാര്യം, UDF ഭരിക്കുന്ന സമയത്ത് മുത്തങ്ങ സമരത്തിലൂടെയാണ് ആ പേര് തന്നെ നമ്മൾ കേൾക്കുന്നത്. അതായത് ഏറ്റവും വലിയ ജീവിതത്തിൽ തിരിച്ചടി നേരിട്ട ഒരു വിഭാഗത്തിന്റെ കൂടെ, ഒരു മുന്നണിയുടെ കൂടെ CK ജാനു പോവുകയാണ്.
അത് വി ഡി സതീശന്റെ കാലത്താണ് സംഭവിക്കുന്നത്. ആ ചർച്ചകൾക്കൊക്കെ വി ഡി സതീശന് കൃത്യമായി ഇടപെടലുണ്ട്. അത് വിസ്മയമാണ്. ആ വിസ്മയം ഇതുവരെ ആളുകൾ ഈ തരത്തിൽ നിങ്ങളുടെ വിസ്മയം ചീറ്റിപ്പോയോ എന്നൊക്കെ തമാശക്ക് പറയാം, പക്ഷേ സതീശന്റെ വിസ്മയം നടക്കുന്നുണ്ട്. അതല്ല, ഇതൊരു സതീശൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് UDF ഒരു ലാർജ് പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമാണ് അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ദളിത് വിഭാഗം അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള പാർട്ടിയിൽ സതീശൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചിരിച്ചോളൂ, അവരുടെ വോട്ട് ഞങ്ങൾക്കാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളിൽ നല്ലവരുണ്ടെങ്കിൽ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു ലാർജ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പൊരുതാൻ ഇറങ്ങുക എന്നുള്ളതാണ് സതീശൻ്റെ ഇത്. ഇപ്പോൾ NSS SNDP അതിൻ്റെ നേതാക്കന്മാർ സതീശിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ രണ്ടും വാപോയ കോടാലികളാണ്. അവർ എത്രത്തോളം ഈ ആൾക്കെതിരെയും UDFനെതിരെയും പറയുന്നു, UDFനെതിരെ എന്ന് പറയുന്നില്ല, ഈ പിന്നെ സതീശൻ കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തിനെതിരെ പറയുന്നു എന്നതിനനുസരിച്ച് പുള്ളിയുടെ പോപ്പുലാരിറ്റി കൂടുകയും. അതിൽ രണ്ട് കാര്യം. ഒന്ന്, ഇപ്പോൾ NSS SNDP ഇപ്പോൾ വിപിൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ കാലങ്ങളിൽ ഇവരെ ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരാണ് ജയിക്കുന്നതല്ല, എതിരെ ഉള്ള ആളുകൾ ജയിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ സാമുദായിക നേതാക്കളെ വി ഡി സതീശൻ എതിർക്കുന്ന സമയത്ത് വി ഡി സതീശൻ സത്യത്തിൽ അവിടെ മറ്റൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുക. അത് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണയാണ്, അത് സഭയുടെ പിന്തുണയാണ്. സിനഡ് നടക്കുന്ന സമയത്ത് വി ഡി സതീശന് സിനഡ് നടക്കുന്ന സമയത്ത് സഭാ നേതാക്കളെ പോയി കണ്ട് ചർച്ച നടത്താൻ പറ്റി. വലിയ തരത്തിലുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ സഭാ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ പറയുന്നത് ഒരു പെന്തക്കോസ്തുകാരുടെ ഒരു സമ്മേളനത്തിൽ അവർ ക്ഷണിച്ച ഏക രാഷ്ട്രീയക്കാരൻ വി ഡി സതീശൻ. ആ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് വി ഡി സതീശൻ ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലും പോകുന്നുണ്ട്. ഇനി NSSന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പ്രശ്നമുണ്ടായി, കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഓടിയെത്തി. അതായത് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരു നേതാവിനെതിരെയാണ് NSSും SNDPയും ഈ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ മറ്റ് നേതാക്കളെ വെച്ച് ഇത് കവർ ചെയ്യാൻ UDF മറ്റൊരു ശ്രമം നടത്തുന്നുണ്ട്. അത് ആ ഭാഗത്ത് നടക്കും. അതേസമയം വി ഡി സതീശൻ ഇത് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ തരത്തിൽ മുസ്ലിം വിഭാഗത്തിന്റെയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും വോട്ട് അവിടെ സെറ്റ് ചെയ്യപ്പെടുകയാണ്. അതൊരു നെറേറ്റീവായി കൃത്യമായി തന്നെ, അതാണ് ഞാൻ പറഞ്ഞത് ഈ ലാർജ് പ്ലാറ്റ്ഫോം. അതെ, എല്ലാ വിഭാഗങ്ങളിലും ഇടപെട്ട് പോകുന്നത്. ഇപ്പൊ ഇത് തനിക്ക് പറ്റുന്ന തെറ്റുകൾ അല്ലെങ്കിൽ തന്റെ വാക്കുകളിൽ പറ്റുന്ന ചില പിഴവുകൾ അത് തിരിച്ചടിയാകുമോ എന്ന തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു ആദ്യം ഉണ്ടാകുന്ന ആൾ വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രസമ്മേളനം കണ്ടാൽ അറിയാം. അതായത് വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചൊരു പ്രസ് മീറ്റ് നടത്തുന്നു, വെള്ളാപ്പള്ളി അതിന് മറുപടി പറയുന്നു, ഉടൻ തന്നെ NSS ഇറങ്ങുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അല്പം കടുത്തു പോയോ എന്നൊരു തോന്നൽ വി ഡി സതീശന് ഉണ്ടാകുമ്പോൾ വി ഡി സതീശൻ ഉടൻ തന്നെ അന്നേ ദിവസം രണ്ടാമത്തെ പ്രസ് മീറ്റ് വിളിക്കുകയാണ്. ഇത് പറഞ്ഞാലോ, അതായത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വി ഡി സതീശൻ ഒരു കള്ളനാണ് എന്ന അർത്ഥത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ മാറ്റി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളനാണ് എന്നുള്ളൊരു ചിത്രീകരണം. പക്ഷെ ഇതിൽ ചിന്തിക്കേണ്ട കാര്യം, ഈ തെറ്റ് പറ്റാത്ത ആളല്ലല്ലോ, തെറ്റ് പറ്റിയാൽ തിരുത്തിയാൽ പോരെ എന്ന തരത്തിൽ വി ഡി സതീശനെ ലഘൂകരിക്കാനും വി ഡി സതീശന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വി ഡി സതീശന്റെ വിസ്മയങ്ങളെ അത്ര ചെറുതായി കാണേണ്ടതില്ല. കേരളത്തിലെ ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇനിയും വലിയ നേതാക്കൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPMന്റെ കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. അത് ഒരു ഭാഗത്ത് ചർച്ചയായി. അതായത് ഇനി കുഞ്ഞികൃഷ്ണൻ പോകുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അത് നേരത്തെ CKP പത്മനാഭന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അതിൽ ഞാനൊരു സാധ്യത കാണുന്നത്, പയ്യന്നൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷവും അവിടെ ഒരു പിന്നെ ഇടത് സ്വതന്ത്രനായിട്ടുള്ള ഒരാളെ മത്സരിപ്പിച്ചാലുള്ള സാധ്യതയൊക്കെ ചിലപ്പോൾ ഇവർ പറയുന്ന കനലോകു മിഷനറി വഴി കണ്ടെത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കൂടെ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ മേഖലകളിൽ ചർച്ചയാവും. പിന്നെ രണ്ടാമത് അതിൻ്റെ പേഴ്സണലായിട്ടുള്ള TI മസൂറിനെ രണ്ടാമത് മത്സരിപ്പിക്കണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ ഇത് ബന്ധിപ്പിക്കാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂരിപക്ഷം കഴിഞ്ഞ 49,000-ലധികം ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. അവിടെയുള്ള MLAക്കെതിരെ ഒരു ആരോപണം ഉണ്ടായതിനു ശേഷം ഒരു സമ്മേളനം കഴിഞ്ഞു. ആ തരത്തിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ ആരോപണം തന്നെ പറയുന്നത് പാർട്ടി ഒരു കമ്മീഷനെ വെച്ചു, ആ കമ്മീഷൻ ആരാണോ ആരോപണം ഉന്നയിച്ചത് അവർക്കെതിരെ നടപടി എടുക്കുന്ന തരത്തിലേക്കാണ് പോയത് എന്നൊക്കെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അത് വെറുതെ അങ്ങ് ചർച്ച ചെയ്യപ്പെടുകയല്ല, അതിനൊക്കെ കൃത്യമായി പിന്നിലും ഒരു ശ്രമമുണ്ട്. ആ ശ്രമങ്ങൾ ഒരു വഴിക്ക് വിജയിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ചർച്ചകളൊക്കെ ആർക്ക് ഗുണം ചെയ്യും? ആത്യന്തികമായി ഒരു നരേറ്റീവ് ഉണ്ടാവുന്നത് ഇവിടെ ഒരു വിഭാഗം, അതായത് പിന്നെ വലതുപക്ഷ UDF വിഭാഗം ഒരു വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഇത്തരം വിസ്മയങ്ങൾ കൊണ്ട് കഴിയുന്നു. ഇപ്പം നമ്മുടെ പിന്നെ സാബു M ജേക്കബിൻ്റെ പിന്നെ പാർട്ടി NDA ആയിട്ട് പിന്നെ കൈകോർക്കാൻ പോവുകയാണ്. ഈ സാബു M ജേക്കബിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരായിരുന്നു,
പക്ഷേ സാബുവൻ ജേക്കബിൻ്റെ സാഹചര്യം അനുസരിച്ച് അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം അനുസരിച്ച് ഒരു പ്ലാറ്റ്ഫോം, അത് LDF UDF പോകാൻ കഴിയില്ല, അവരെ പരമാവധി ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ND ആണ് അയാളുടെ സ്വാഭാവിക ഓപ്ഷൻ. ഇത്തരം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു നിയമസഭാ ഇലക്ഷൻ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ, ഇതൊക്കെ മിഷണറി, ഇതൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പുള്ളിക്ക് വീണ്ടും കുറേ കടമ്പകളുണ്ട്. അതാണ് അതാണ് അടിസ്ഥാനപരം. ഈ ഏഷ്യാൻ ന്യൂസിലാണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് അവറിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്തിനാ അമേരിക്ക, ഇന്ത്യയിൽ 150 കോടി ജനമില്ലേ, ഇതല്ലേ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന്. പക്ഷെ ആ മാർക്കറ്റിലേക്ക് പുള്ളിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുടെ സഹായം വേണമല്ലോ. അപ്പോൾ അത് ആ രീതിയിൽ കാണാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ പ്ലാറ്റ്ഫോം, ഈ 2020 കൊഴിഞ്ഞു പോകുന്ന പലരും ഇപ്പോൾ പോകുന്നത് പിന്നെ കോൺഗ്രസിലേക്കാണ്. 2020 ഭാഗത്ത് നിന്ന് അത് ഇതൊരു നമ്മൾ ഈ ഗർവാപ്പസി എന്ന് പറയുന്ന പോലെ, അതായത് 2020 ഉണ്ടായത് തന്നെ കോൺഗ്രസിന്റെയോ CPM-ന്റെയോ ഭാഗത്ത്. അത് തുടക്കത്തിൽ വലിയ ശതമാനം ആളുകളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരുന്നു, CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും ചെറിയ തോതിലൊക്കെ പോയി. പിന്നീട് അത് ഈ രണ്ട് പാർട്ടികളിൽ നിന്നുള്ള വോട്ടാണ് 2020 എത്തിയത്. അവിടെ കുന്നത്താട് ലെഫ്റ്റ് ജയിച്ചപ്പോൾ ഈ സ്വാഭാവികവും ശ്രീനിജനെ ഉപയോഗിച്ച്, കോൺഗ്രസിന്റെ മുൻ നേതാവായ ശ്രീനിജനെ ഉപയോഗിച്ച് ഇടതുപക്ഷം അവിടെ ജയിച്ചപ്പോൾ ഈ പറയുന്ന വോട്ടിനെ കൂടി തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം അവർക്ക് കിട്ടി. ഇനിയുള്ളത് പ്രാദേശിക തലത്തിൽ വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിൽ കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലേക്ക് ഒന്നല്ല, അവർക്ക് അവരുടെ പോക്കറ്റുകളൊക്കെ ഒരു വലിയ ശതമാനത്തോളം നിലനിർത്താനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇനി BJP-യിലേക്ക് പോകുമ്പോൾ ഈ അർത്ഥത്തിലല്ല, ഒരു വലിയ ശതമാനം പ്രാദേശിക നേതാക്കൾ അതൃപ്തിയിലാണ്. കാരണം അവരൊരിക്കലും BJP-യിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരല്ല. അതിൽ വിവിധ മതവിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അത് ക്രിസ്ത്യാനികളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, മുസ്ലിം വിഭാഗമാകട്ടെ, ഇങ്ങനെ ഏത് തരത്തിലുള്ള മതവിഭാഗങ്ങളുള്ള ആളുകളുണ്ട്. അവർ പലപ്പോഴും BJP-യോട് യോജിച്ച് നിൽക്കുന്ന രാഷ്ട്രീയമുള്ള ആളുകളൊന്നല്ല ഇതിൽ പല ആളുകളും. പെട്ടെന്ന് ഒരു ദിവസം ഈ BJP-യിലേക്ക് പോകുന്ന ഒരു തീരുമാനം വരുമ്പോൾ ഇവരൊന്നും അത്ര പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. അപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനം തന്നെ നടന്നു കഴിഞ്ഞു. അതായത് ഈ പോകുന്ന ആളുകൾ തിരിച്ച് പാർട്ടി BJP-യിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആളുകൾ, CPM-ലേക്ക് 12 പേർ പ്രവർത്തകർ വന്നു കഴിഞ്ഞു. പ്രാദേശിക നേതാക്കളെ പിടിക്കാൻ വേണ്ടി മുന്നണികൾ ശ്രമം നടത്തുന്നുണ്ട്. അത് അവർക്ക് വളരെ ഈസിയായി നടക്കുന്നുണ്ട്. അത് ഈസിയായി നടക്കാൻ കാരണം BJP-യിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത വലിയ ശതമാനം ആളുകൾ സാബുവൻ ജേക്കബിൻ്റെ പാർട്ടിയിൽ അവിടെ തന്നെ ഉണ്ട്. അത് സാബുവൻ ജേക്കബ് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പോയാൽ അങ്ങോട്ട് കൂടെ വരും എന്ന് സാബുവൻ ജേക്കബ് വിചാരിച്ചെങ്കിൽ അത് പൂർണ്ണമായി നടക്കില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ കച്ചവടത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത് ആ അർത്ഥത്തിൽ BJP-ക്കും ഗുണമാണ്. കാരണം പ്രത്യേകിച്ച് എറണാകുളം പോലൊരു സ്ഥലത്ത്, ഒരു ജില്ലയിൽ അത് ചില പോക്കറ്റുകളെ കേന്ദ്രീകരിച്ച് വളരാൻ പറ്റുന്നു. നമുക്ക് തൃപ്പൂണിത്തുറ മേഖലയിലൊക്കെ വലിയ വളർച്ച BJP-ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് കാണുന്നുണ്ട്. അത് ആ അർത്ഥത്തിൽ എല്ലാ മേഖലയിലേക്കും വളരുക എന്നുള്ളത് BJP-യുടെ ഒരു തന്ത്രമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ ഈസിയായി വളരാൻ പറ്റും എന്ന് തന്നെ BJP കരുതുന്നു. അത് ഈ BJP ഇവിടെ ഈ വർഗീയ സംസാരങ്ങൾ കുറവാണ്, തീരെയില്ല. അതായത് ആ അർത്ഥത്തിലേക്ക് പോകുന്നില്ല. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും അത്തരം പ്രശ്നങ്ങളിലേക്ക് അധികം പോയിട്ടേ ഇല്ല. അല്ല, ശബരിമല വിഷയം പിന്നെ ഇപ്പൊ UDF വിഷയാക്കിയപ്പോഴും BJP ആ ടൈമിൽ ഫുൾ ശബരിമല പിന്നെയും പറയുന്നത് എന്താ വെച്ചാൽ, ശബരിമല ഹിന്ദു വിഭാഗങ്ങളുടെ വളരെ പെട്ടെന്ന് കൃത്യമായി തന്നെ പോക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അത് BJP-ക്ക് ഈസി ആയിട്ട് പറയാം. അതുകൊണ്ട് ശബരിമല ഒരുപക്ഷെ BJP പറയും. മറ്റ് വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലോ ഇതര മതസ്ഥരെ അധിക്ഷേപിക്കുന്ന തരത്തിലോ ഏതെങ്കിലും തരത്തിലേക്ക് BJP-യുടെ ആളുകൾ സമീപകാലത്ത് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം അവരൊരു പിന്നെ ഈ BJP-യുടെ അല്ല, ഒരു പൊതു നടത്തുന്നുണ്ട്, തിരുനാവായ മകാമകം കുംഭമേള എന്നൊക്കെ പറഞ്ഞിട്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേരള സർക്കാരിനെതിരെ അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ വന്നു. പക്ഷെ കേരളത്തിലെ BJP നേതാക്കൾ അത് ഏറ്റെടുക്കുന്നതിൽ വലിയ വിമുഖത കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു സൂചനയാണ്. അതായത് കേരളത്തിൽ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് BJP-ക്ക് മനസ്സിലായി തുടങ്ങുന്നു. അതായത് വളരെ ബോധപൂർവം തന്നെ BJP അത് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ BJP തീരുമാനിച്ചത്. BJP വികസനത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലും പറയുന്നത് എന്താണ്, അതായത് ഈ 4 ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഒരു പരിപാടി തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടക്കും. ഇതൊരു ഹബ്ബായി മാറുകയാണ്. അതായത് വികസനത്തിൻ്റെ ഒരു ഹബ്ബായി മാറുന്ന തരത്തിലേക്ക് ഈ തിരുവനന്തപുരത്തെ മാറ്റും. തിരുവനന്തപുരം ഒരു തുടക്കമാണ്. ആ അർത്ഥത്തിൽ വികസനത്തിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് മാത്രം ചർച്ച ചെയ്ത് കൊണ്ടുപോവുകയാണ്. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച ആളുകളെ ഞങ്ങൾ ജയിലിലാക്കും. ഇതൊക്കെ പറയുന്നത്
ഒരു വർഗീയപരമായുള്ള ഏതെങ്കിലും ഒരു നെറേറ്റീവിലേക്ക് അത് പോകുന്നില്ല. വർഗീയത ചെയ്യുന്നത് നിങ്ങളാണെന്നാണ് പറയുന്നത്. കോൺഗ്രസിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. മറ്റേ കോൺഗ്രസ് മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് ആയി മാറി എന്ന് അവിടെ പറയുന്നു. ലെഫ്റ്റിനെയും സമാനമായി തന്നെ ലെഫ്റ്റ് ത്രിപുരയിൽ നിങ്ങൾ കണ്ടില്ലേ ഇത്രകാലം ഭരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അല്ലെ ബംഗാളിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ലെഫ്റ്റിനെ ഒരേ സമയം വികസനം മുരടിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇത്തരം വർഗീയ മുഖമാക്കി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വർഗീയതയെ കുറിച്ച് പറയുന്നില്ല എന്നാണ് BJP പറയുന്നത്. ചിലപ്പോൾ കേൾക്കുമ്പോൾ രസകരമായി തോന്നും. കാരണം അത് മറ്റൊരു വിസ്മയമാണ്. കാരണം BJP ആ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് 2026 അല്ല BJPയുടെ ലക്ഷ്യം. BJPയുടെ 2031. അതായത് 2026 BJP ഉദ്ദേശിക്കുന്നത് BJPയുടെ പോക്കറ്റുകൾ സുരക്ഷിതമാക്കുക, BJP ഒരു 5 സീറ്റെങ്കിലും നേടി നിയമസഭയിൽ ഒരു ശക്തിയാവുക. അതായത് നമുക്കറിയാം ഒരു സീറ്റ് കിട്ടിയാൽ BJP ആഘോഷിക്കുന്ന തരം ഏത് തരത്തിലായിരിക്കും എന്ന് കണ്ടതാണ്. ആ ഒരു സീറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ഒരു അക്കൗണ്ട് പൂട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFനും ആ ഭയമുണ്ട്. ഉദാഹരണത്തിന് കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം സീറ്റ് ലീഗ് ജയിക്കുന്നത് CPIഎമ്മിൻ്റെ വോട്ട് കൊണ്ടാണ്. നിങ്ങൾ KM ഷാജിനെ എങ്ങാനും അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ സീറ്റ് BJP ജയിക്കും. അത് ലീഗിനറിയാം, ആ പ്രശ്നം ലീഗിനറിയാം, കാസർഗോഡിലെ ലീഗിനറിയാം. അപ്പോൾ ഇത് BJPക്ക് ഈ വളർച്ച BJPക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഏത് തരത്തിലായാലും BJPക്ക്. ഇപ്പൊ പാലക്കാട് ഒരു സീറ്റ്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദമുള്ള ഒരു പശ്ചാത്തലത്തിൽ അടുത്ത മത്സരം വരുന്നത് സാധാരണഗതിയിലെ ഒരു മത്സരമാകുമെന്ന് നമുക്ക് പറയേണ്ടതില്ല. കാരണം ഷാഫി പറമ്പിൽ 3000 വോട്ടിൽ മേലെ മാത്രം ജയിച്ച ഒരു സ്ഥലമാണ്. നിങ്ങൾ ശ്രീധരനാണ് എതിരാളി എന്നൊക്കെ പറഞ്ഞാൽ പോലും പാലക്കാട് ഒരു സീറ്റിൽ ഷാഫി പറമ്പിൽ തുടർച്ചയായി ജയിക്കുന്ന ഒരു സ്ഥലത്ത് 3000 വോട്ടിന് മാത്രം ജയിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി മാറി പാലക്കാട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച രീതിയിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പാലക്കാട് മത്സരം നടന്നാൽ ഏത് തരത്തിലായിരിക്കും ഒരു പ്രഡിക്ഷനും സംഭവിക്കാം. തിരുവനന്തപുരം നഗരത്തിലെ സീറ്റുകൾ അത് വളരെ പ്രധാനമാണ്. അതായത് തിരുവനന്തപുരം നഗരം ഏത് രീതിയിലാണ് ലെഫ്റ്റിന്റെ കയ്യിൽ നിന്ന് പോയത്, അല്ലെ കോൺഗ്രസ് പിന്നെയും വളർച്ച ഉണ്ടാവുകയാണ് ഇത്, പക്ഷേ ലെഫ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റുകൾ എങ്ങനെയാണ് പോയതെന്ന് ആ മേഖലയിലുള്ള എല്ലാ വാർഡുകളും പോയത്. അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള സീറ്റുകൾ, പാലക്കാട് സീറ്റ്, കാസർഗോഡുള്ള ഈ 2 പ്രധാനപ്പെട്ട സീറ്റുകൾ, ഇനി തൃശ്ശൂർ മേഖലയിലുള്ള സീറ്റുകൾ ഏത് തരത്തിലായിരിക്കും എന്ന് കണ്ടറിയണം. നമുക്ക് ആലപ്പുഴ മേഖലയിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും മാറ്റം ഉണ്ടാവുക എന്ന് അറിയണം. അത് വളരെ ക്രൂഷ്യലായി. അതായത് അതുപോലെ പത്തനംതിട്ടയുള്ള സീറ്റുകളെ ഏത് രീതിയിലാണ് സ്ഥാനാർത്ഥികൾ, എത്രത്തോളം പവർഫുള്ളായ സ്ഥാനാർത്ഥികളാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്തിനും മലമ്പുഴയിലടക്കം BJPയുടെ വോട്ട് വളരെയധികം വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ BJP വലിയ തരത്തിൽ ഒരു 10-15 സീറ്റുകളിൽ വളരെ സ്ട്രോങ് ആയ ഒരു പെർഫോമൻസ് അവർ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട്. അത് ഈ രീതിയിൽ തന്നെ നമ്മളെ 2 വിസ്മയങ്ങൾ പറഞ്ഞെങ്കിലും ലെഫ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ലെഫ്റ്റിന്റെ നമുക്കറിയാം, ലെഫ്റ്റിന്റെ പോക്കറ്റുകൾ പലതും സുരക്ഷിതമാണ്, അതിൽ തർക്കമില്ല. അതിൽ പ്രവർത്തനങ്ങൾ അർത്ഥത്തിൽ ലെഫ്റ്റിന്റെ പോക്കറ്റുകൾ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളൊന്നുമല്ല. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മതിയോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനം. എനിക്കൊന്ന് ഗൃഹസന്ദർശനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗൃഹസന്ദർശനം നല്ല രീതിയിൽ തന്നെ നടക്കും. ഒരുപക്ഷെ ചില അവസരങ്ങൾ നമ്മൾ പറയും ഈ കേഡർ പാർട്ടികളുടെ പ്രവർത്തനം ഒരുപക്ഷെ നിങ്ങൾ ഫ്രെയിമിൽ കണ്ടു എന്ന് വരില്ല. അത് അതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ നടത്തുന്നുണ്ടാകാം. അത് ഒരുപക്ഷെ നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അവർക്ക് അത് നടക്കുന്നുണ്ട് പറയും. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റ ഫ്രെയിമിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. കാരണം ഈ പറയുന്ന പോലെ ഗൃഹസന്ദർശനം എന്ന ഒരു പരിപാടി നടന്നപ്പോൾ അത് ആ രീതിയിൽ തന്നെ ചർച്ചയാക്കാൻ നേതാക്കളും ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ അത് ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ നേതാക്കളും വീടുകൾ കയറി ഇറങ്ങുകയാണ്, അവരിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുകയാണ്, അവരോട് മറുപടി പറയുകയാണ്. ഇത് എല്ലാ തരത്തിലും എല്ലാ വീടുകളിലേക്കും എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അതല്ല, ഞാൻ ഈ ഗൃഹസന്ദർശനം ചെറുതായി കാണുന്നില്ല. ഈ 2019 ഇലക്ഷനിൽ തോറ്റ ശേഷം ഇതേപോലെ ഒരു ഗൃഹസന്ദർശനം നടത്തി, അതിന്റെ റിസൾട്ടാണ് പിന്നീട് അവരുണ്ടാക്കിയത്. കോടിയേരിയുടെ വാക്കുകൾ തന്നെ അന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് അന്നൊക്കെ കോടിയേരിയുടെ മുഖത്ത് നോക്കി ചില അന്ന് ഒരുപക്ഷെ ഈ ശബരിമല വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ കോടിയേരിയോട് ഈ തരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും കോടിയേരി പോലെ ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു സാധാരണക്കാരനായ ഒരാളിൽ നിന്ന് ഈ വിമർശനം കേൾക്കും എന്ന് ഉറപ്പാണ്. അതായത് ശബരിമല വിഷയം വളരെ കത്തി നിൽക്കുന്ന സമയത്ത് അതിനുശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത് പോകുന്നത്. ഇവരിത് കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ എന്ന് ഒരു കൗതുകത്തോടെ ഇത് നോക്കിയിരുന്നു. പക്ഷേ അന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ
പാർട്ടിയോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി നേതാക്കളോട് പറഞ്ഞ് ആളുകളങ്ങ് അത് മറന്നു. പകരം ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ, വോട്ട് വന്നപ്പോൾ CPM-നെ ആളുകൾ സ്വീകരിച്ചു. അതാണ് 99 സീറ്റ് വരെ. അതായത് നേരത്തെ 92 ആണെങ്കിൽ അതിൽ നിന്ന് 7 സീറ്റ് കൂടുതൽ കൊടുത്ത് ആ ഭരണം തന്നെ വീണ്ടും വന്നു. അതേ ട്രെൻഡ് തന്നെയാണ് ഇവിടെ ലെഫ്റ്റ് ആഗ്രഹിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങുന്നത്. ഏത് അർത്ഥത്തിലായിരിക്കും ആ സംഭവം വോട്ടായി വരിക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ കണ്ടതുപോലെ ആയിരിക്കില്ല. ഒരു ത്രികോണ മത്സരങ്ങൾ പലയിടത്തും സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഒരു വിസ്മയം അവിടെയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇലക്ഷൻ വരുമ്പോൾ അറിയാം ആരുടെ വിസ്മയമാണ് വിജയിക്കുക. കാരണം ഒരുപക്ഷെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്നൊക്കെ VD സതീശൻ അത്ര കോൺഫിഡന്റ് ആയി പറയുന്നത് VD സതീശന്റെ വിസ്മയം വിജയിക്കും എന്ന അർത്ഥത്തിലാണ്. VD സതീശനെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് അയക്കാൻ ലെഫ്റ്റിന് പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ആരുടെ വിസ്മയമാണ് വിജയിക്കുക എന്നൊക്കെ നമ്മൾ ഇനി കണ്ടറിയേണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ്. ഇതാണ് ഇത്തവണ ബോണസ് കണ്ടന്റ് ചർച്ച ചെയ്തത്.